നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, കണ്ണു തുറക്ക് സർ. സാറിന് ഒരു കുഴപ്പവും വരില്ല. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കേൾക്കാതിരിക്കാൻ ദേവിക്കാവില്ല. ഇവളുടെ മുമ്പിൽ രോഗിയായി നടിക്കുകയാണ് ആ മിഥുൻ. ആ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയ അതേ അവൻ തന്നെ എൻ്റെ മുമ്പിൽ വളരെ വയലൻ്റായിട്ട് പെരുമാറി. അവൻ്റെ സ്വഭാവം അൺപ്രഡിക്റ്റബിളാണ്. അവൻ ഇവളെ ഉപദ്രവിക്കുമോ? സാറിനിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? സാറിന് ഓർമ്മക്കുറവൊന്നും ഇല്ലല്ലോ? സാറിന്റെ ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ പേടി ഓർമ്മക്കുറവ് ഉണ്ടാവുമെന്നായിരുന്നു. ഇപ്പോഴെനിക്ക് സമാധാനമായത്. സാർ ഉടനെ എഴുന്നേൽക്കും. നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കും സർ. മിഥുനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഇവളോട് എങ്ങനെ പറയും? ബ്രെയിൻ ട്യൂമർ എന്ന സെന്റിമെന്റ്സ് പറഞ്ഞ് അവനിവിടെ ശല്യപ്പെടുത്താൻ ഇനിയും വരുമോ? സർ, കരയരുത്. എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? സാറിന് ഒരു കുഴപ്പവും വരില്ല. നിന്നെ ഓർത്താ നിധി എന്റെ പേടി. സാർ ഉറങ്ങിക്കോ. അധികം സ്ട്രെയിൻ എടുക്കണ്ട. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. സിസ്റ്റർ, ഗൗതമിനെ ഒരാൾക്ക് മാത്രം കണ്ടാ പോരാ. ഞങ്ങളിൽ ചിലര് കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് പുറത്തുണ്ട്. മാഡം വെയിറ്റ് ചെയ്യൂ. ഈ മാഡം ഇറങ്ങിയിട്ട് വിളിക്കാം. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഗൗതമിനെ ഇപ്പൊ കാണണം. ഞാൻ പുറത്തുണ്ടാവും. സാറിന് മാഡത്തിനെ വിടാൻ ഒട്ടും മനസ്സിലെന്ന് തോന്നുന്നു. മാഡവും കണ്ടിട്ട് പൊക്കോളൂ. മോനെ, ഈ കിടപ്പമ്മ എങ്ങനെയാ സഹിക്കുന്നേ? എനിക്കറിയാം അമ്മ കരയുന്നത് നിനക്ക് സങ്കടമാവുമെന്ന് എനിക്കറിയാം. വസു, നിധി ഗൗതമന്റെ കൂടെ ഐസിയുലിരിക്കാൻ ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട്.
നിധി കൂടെയുണ്ടെങ്കിൽ എത്രയും വേഗം ഗൗതം സുഖം പ്രാപിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. അമ്മ കരയരുത്. നമ്മളൊക്കെ കരയുന്നത് കാണുന്നതാ സാറിന് ടെൻഷൻ. ഇല്ല മോളെ, ഞാൻ കരയില്ല. എന്തിനാ കരയുന്നത്? ഇവന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി ഞാൻ കരയില്ല. എൻ്റെ കൂടെ ഇരുന്ന നിധി സേഫ. ഈ ഐസിനുള്ളിൽ കയറി മിഥുന് അവളെ ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കോട്ടെ. ആദ്യം തീർക്കാൻ പോകുന്നത് നിന്റെ കണക്കായിരിക്കൂടാ മിഥുൻ. ഗൗതമിന് സംഭവിച്ച ആക്സിഡന്റിന് പിന്നില് നിന്റെ കൈകളില്ല എന്നുള്ള വിശ്വാസത്തിലാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. ബിലീവ് മീ മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. മാഡം പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യില്ല. നിധിയിലുള്ള സംശയം കൊണ്ട് ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ പോയിട്ട് തന്നെയാവും ആക്സിഡന്റ് നടന്നത്. പക്ഷേ അവളെക്കുറിച്ച് നീ പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ അവൾ ICUവിൽ നിൽക്കാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. നിധി ഗൗതം സാറിന്റെ കൂടെ ഐസിയുലാണോ? അതെ. അവൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഗൗതം പിടിച്ചു നിർത്തി. അതിന്റെ അർത്ഥം നിന്റെ ശ്രമം പാളിപ്പോയെന്നാ. ഇല്ല, എന്റെ ശ്രമം പാളിയിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഗൗതം സാർ വിശ്വസിച്ചു. എന്നിട്ടും നിധിയെ കൂടെ നിർത്തിയെങ്കിൽ സാർ അത് മറന്നുപോയി കാണുന്ന. ഈ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർക്ക് മെമ്മറി ലോസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചതായിരിക്കോ? അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ഡോക്ടറും സൂചന തന്നിരുന്നു. ഈ അപകടത്തോടെ നിധിയെ തന്നെ അവൻ മറന്നുപോയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അവളെ അവൻ കൂടുതൽ ചേർത്ത് നിർത്തുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ നീ സംസാരിച്ചതൊക്കെ അവൻ ചിലപ്പോൾ മറന്നുപോയി കാണും. മാഡം കൂടി സഹായിച്ചാൽ ഞാൻ ഐസിയുൽ കയറി ഗൗതം സാറിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ? ആ, നിന്റെ പ്ലാൻ കൊള്ളാം. വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. വർക്കൗട്ട് ആവും മാഡം, എനിക്ക് ഉറപ്പുണ്ട്. ശരി, എങ്കിൽ ഒരു കാര്യം കൂടി. ഉം. നിധി ഇപ്പോ ഗൗതമിന്റെ പ്രിയപ്പെട്ടവള് മാത്രമല്ല, ഞാൻ ഒഴികെ എന്റെ കുടുംബത്തിലുള്ളവരുടെ മുഴുവൻ കണ്ണിലുണ്ണിയാണ്. അവരൊക്കെ അവളെ വെറുക്കണം. എങ്കിൽ നിനക്കവളെ സ്വന്തമാക്കാൻ കൂടുതൽ എളുപ്പമാവും. മനസ്സിലായി മാഡം, അക്കാര്യം ഞാൻ ഏറ്റു. വെറുതെ ചപ്പും ചവറും കൂട്ടി ഒന്ന് പുകച്ചിട്ട് പോകാനല്ലല്ലോ ഞാൻ വന്നത്. കനലുകൾ ആളിക്കത്തിച്ച് കാട്ടുതീയാക്കാനല്ലേ. ആ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബം മുഴുവൻ നിധിയെ വെറുത്തു തുടങ്ങും. ശരി, എങ്കിൽ നീ ചെല്ല്. നിന്റെ ഡ്രാമ തുടങ്ങി എന്റെ ഇൻട്രോ ആവശ്യം വേണ്ട സമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ മാഡം, അവിടെ കാണാം. ഓക്കെ. എന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അമ്മ. എത്ര നാൾ ഇങ്ങനെ കിടക്കേണ്ടി വരും ഓർക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. ഒക്കെ ശരിയാവൂ യാമിനി. എന്തായാലും ഏട്ടന്റെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വളരെ നന്നായിട്ട് ഏട്ടൻ ചേച്ചിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചു. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം പോലും നിധി ശരിയായി മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കാതിരിക്കും? ദൈവം ചേർത്ത് വെച്ചതല്ലേ അവരെ.
ഗൗതം സാർ, എന്റെ ഗൗതം സാറിന് എന്താ പറ്റിയത്? എന്തായിരുന്നു പറയാത്തത്? എവിടെയാ ഗൗതം സാറ്? എനിക്ക് സാറിനെ ഒന്ന് കാണണം. അല്ല, നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആരാ നിങ്ങൾ? അല്ല, ഏട്ടനെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? ഞാൻ മിഥുൻ, നിധിയുടെ ഫ്രണ്ടാ.